നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ചുറ്റുമുള്ള ലോകം വികസിപ്പിക്കുന്നതിൽ വായനയ്ക്കുള്ള പങ്ക് നിസ്തുലമാണെന്ന് എല്ലാവർക്കും അറിയാം. വായനാ ദിനവും വായനാ വാരവുമൊക്കെ സമുചിതമായി ആചരിക്കുന്നുണ്ടെങ്കിലും ഈ പുസ്തക വായന കാര്യമായി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ വ്യക്തിപരമായി എൻ്റെ കാര്യം തന്നെ എടുക്കാം. സോഷ്യൽ മീഡിയയിൽ വീണതോടെ എൻ്റെ വായനയുടെ ലോകം കാര്യമായി കുറഞ്ഞു. അറ്റൻഷൻ സ്പാൻ ഗണ്യമായി കുറഞ്ഞു. ഒരു പുസ്തകം വായിച്ചു തീർക്കാനുള്ള ക്ഷമയൊന്നും ഇപ്പോൾ ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ ഘട്ടത്തിലാണ് തൃശ്ശൂർ തലൂറിലെ 85 വയസ്സുള്ള സരോജിനി അമ്മയുടെ ജീവിതം പ്രസക്തമാകുന്നത്. തലൂറിലെ ഒരു ഗ്രാമീണ വായനശാലയിലെ പുസ്തക വിതരണ രജിസ്റ്റർ എടുത്ത് നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ പുസ്തകം വായിച്ചത് ഈ അമ്മയാണ്. അതവർ ആദരിക്കുകയും ചെയ്തു. 3ാം ക്ലാസ് മാത്രം ഔപചാരിക വിദ്യാഭ്യാസമുള്ള സരോജിനി അമ്മയുടെ ലോകം വികസിച്ചതും ജീവിതത്തിന് അടുക്കും ചിട്ടയും വ്യക്തതയും ഉണ്ടായതും വായന കൊണ്ടാണ്. നമുക്ക് ആ വായനാ വിശേഷത്തിലേക്ക് ഒന്ന് പോയി വരാം. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റാൽ 2 മണിക്കൂർ നീളുന്ന പത്രവായനയും പുസ്തകവായനയും നടത്തിയാണ് സരോജിനി അമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. ചെറുപ്പത്തിൽ വായനയോടുള്ള ചങ്ങാത്തം കൂടുന്ന കാലത്ത് പുസ്തകങ്ങൾ അത്ര സുലഭമല്ലായിരുന്നു. 3ാം ക്ലാസ്സിൽ ഔദ്യോഗിക സ്കൂൾ പഠനം നിലച്ചെങ്കിലും അറിവിലേക്കുള്ള വഴികൾ അടഞ്ഞില്ല. വായനയോടുള്ള അടങ്ങാത്ത താല്പര്യം ചുറ്റുമുള്ള ലോകത്തെ സരോജിനി അമ്മയോട് ചേർത്ത് നിർത്തി. ആദ്യം തന്നെ പത്രം വായിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ കാപ്പി കുടിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കും. 12:30 വരെ പുസ്തകം വായിക്കും. 9 മണി തൊട്ട് 9 മണിയാകുമ്പോഴേക്കും എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് എൻ്റെ കുളിയും ചാകളും എല്ലാ ഇടപാടും കഴിയും. ഞാൻ 5 മണിക്ക് എണീക്കും. പിന്നെ എനിക്ക് കിടക്കാൻ തോന്നുന്നില്ല. കുട്ടികൾ വലുതായി, പിന്നെ എനിക്ക് വലിയ പണിയൊന്നുമില്ല. അവർ നല്ല നിലയിലായി, സന്തോഷമായി, എല്ലാം സമാധാനം. ഇപ്പോൾ 85ാം വയസ്സിലും വായനയോട് അതേ ആവേശം തുടരുന്നു. അതുതന്നെയാണ് സരോജിനി അമ്മയുടെ മനസ്സിനെ ചുറിയുറുക്കോടെ നിലനിർത്തുന്നത്. കണ്ണോപ്പറേഷൻ കഴിക്കാൻ കാലത്താണ് പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ നോക്കി. അപ്പോൾ ഒക്കെ നോർമലാണ്. അമ്മയ്ക്ക് ഒരു അസുഖമില്ല, കണ്ണോപ്പറേഷനൊക്കെ കഴിച്ചോളൂ, 2 കണ്ണും ഒപ്പം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കണ്ണ് മതി, 2 കണ്ണൊന്നും വേണ്ട, ഒരു കണ്ണ് മതി. ആറാലൊന്നും മുടങ്ങിയാലും കണ്ണാലൊന്നും മുടങ്ങട്ടെ എന്ന് പറഞ്ഞാണ്. അതൊരെണ്ണം ശരിയായി കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞു. അതൊക്കെ 3 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ഡോക്ടറെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഈ കണ്ണും കൂടെ ഓപ്പറേഷൻ ചെയ്യൂട്ടാ അമ്മൂമ്മേ, അത് ചെയ്തോളൂ, എനിക്ക് കണ്ണട മാറി തന്നാൽ എനിക്കില്ല, വേറെ ഒന്നും ചെയ്യണ്ട, എനിക്കൊരസുഖമില്ല. പുരാണ കഥകളാണ് സരോജിനി അമ്മയുടെ പുസ്തക ലോകത്തെ ഇഷ്ടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ യുവാക്കളുടെ ചോയ്സായ ഡിറ്റക്റ്റീവ് നോവലുകളും സരോജിനി അമ്മയുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 4 നോവൽ നിർബന്ധമായും വായിച്ചിരിക്കും ഈ അമ്മ. രാമായണം വായിക്കും, ശിവപുരാണം വായിക്കും, ചെറിയ ചെറിയ കഥകൾ വായിക്കും, നോവൽ വായിക്കും, ഡിറ്റക്റ്റീവ് നോവൽ വായിക്കും, എല്ലാ പുസ്തകങ്ങളും കിട്ടിയ വായിക്കും. ഇനിയിപ്പോൾ ഒന്നും വേണ്ടാക്കില്ല. പിന്നെ MT വാസുദേവൻ നായർ, പിന്നെ സക്രിയയുടെ, സാറാ ജോസഫിൻ്റെ, അങ്ങനെയുള്ള കഥാപുസ്തകങ്ങളും നോവലുകളും ഒക്കെ വായിക്കും. കുട്ടികളുടെ മാസിക മുഴുവനും വായിക്കും. സ്കൂളിലത്തെ പുസ്തകങ്ങൾ മുഴുവൻ വായിക്കും. മലയാളം അതെന്നെ എന്നിട്ടുള്ള ആ പുസ്തകം അത് നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, അത് ഞാൻ വായിക്കും. എല്ലാ എഴുത്തുകാരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സരോജിനി അമ്മയ്ക്ക് വീടിനോട് ചേർന്നുള്ള തലൂർ ഗ്രാമീണ ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ മക്കളെ പോലെയാണ്. അതിൽ ഏറെക്കുറെ എല്ലാ പുസ്തകങ്ങളും സരോജിനി അമ്മയുടെ വായനാലോകത്തെത്തി. റിട്ടയേർഡ് സ്കൂൾ അധ്യാപകനായ മകൻ രാജൻ 40 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ കോളേജ് പഠനകാലത്ത് ആരംഭിച്ചതാണ് തലൂറിലെ ഈ ഗ്രാമീണ ഗ്രന്ഥശാല. അമ്മയുടെ വായനയ്ക്ക് എന്നും ഒപ്പം നിന്ന് സഹായിച്ചതും രാജൻ മാഷാണ്. അങ്ങനെ സാഹചര്യം വളരെയധികം ഫൈറ്റ് ചെയ്തിട്ടാണ് അവർ ഞങ്ങളെയൊക്കെ വളർത്തിയിട്ടെടുത്തിട്ടുള്ളത്.
അപ്പോൾ അത് അന്നുകൊണ്ട് അന്ന് കിട്ടിയത് വായിക്കലാണ്. ആർത്തിയാണെന്ന് പറഞ്ഞാൽ ലൈബ്രറി നേരത്തെ പറഞ്ഞില്ല, നോട്ടീസ് കാണുന്ന നോട്ടീസിൻ്റെ വണ്ടിയുടെ പിന്നാലെ പോവുക, ആ നോട്ടീസ് വാങ്ങിക്കൊണ്ടിരിക, അത് വായിക്കുക, ഒരു പ്രാവശ്യം വായിച്ച് പിന്നെയും വായിക്കുക, വേറെ ഒന്നും കിട്ടാനില്ല, വേറെ അടുത്ത് ലൈബ്രറി ഇല്ല. അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ അവർക്ക് കിട്ടാതെ. എൻ്റെ പുസ്തകങ്ങളിൽ മലയാള പുസ്തകങ്ങൾ ചിലപ്പോൾ ഞാൻ വായിക്കാത്ത പോലെ അമ്മ വായിച്ചിട്ടുണ്ടോ. ഞാനൊക്കെ ഉച്ചയ്ക്ക് വിട്ടാൽ രാത്രി 11 മണിക്ക് കയറി വന്നാൽ ഉച്ചയ്ക്ക് വിട്ടോ ചോദിക്കും, വളരെ രസകരമായിട്ട്. നമ്മുടെ വീട്ടിലത്തെ അന്തരീക്ഷം വളരെ സരസാക്കാൻ അമ്മയുടെ വായന വളരെ ഉപകാരമാണ്. മക്കളായിട്ടുള്ള ബന്ധവും മറ്റുള്ള സഹോദരങ്ങളായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചു വരാനൊക്കെ. വായനാശീലത്തിൽ നിന്ന് വളർത്തിയെടുത്ത അടുക്കും ചിട്ടയും അമ്മയുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിച്ചുവെന്നും അതുവഴി മക്കളായ തങ്ങൾക്കും അതിന്റെ ഗുണഫലങ്ങൾ ലഭ്യമായെന്നും രാജൻ മാഷ് പറയുന്നു. വീട്ടിൽ ഗുളിക കഴിക്കാത്ത, മരുന്ന് കഴിക്കാത്ത ഏക വ്യക്തി ഞാൻ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരുന്നു അമ്മ മാത്രമാണ്. ഈ ഒരു കൊല്ലം മുമ്പ് വരെ വളരെ ആഴത്തിലുള്ള അമ്പലക്കടവിൽ പോയി കുളിച്ചു വരുമായിരുന്നു. ഇപ്പം ഞാൻ ഒന്ന് നിർത്തിയേക്കാണ്. അപ്പോൾ ആ വായന ഉച്ചയ്ക്ക് അതിനൊരു മയക്കല്ല. അതൊക്കെ അവർ ഒന്ന് കിടന്നാൽ തന്നെ പിന്നെയും വായന തന്നെയാണ് അതിൽ കാണാറ്. എപ്പോൾ പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഏത് തിരക്കിലും വായിക്കും. അവിടെ പിള്ളേർ എന്ത് ഓടി കളിച്ചാലും എന്ത് ചാടി കളിച്ചാലും ആളുടെ വായനയ്ക്കൊന്നും ഒരു കോൺസെൻട്രേഷനൊന്നും മാറ്റില്ല. നമുക്ക് പറ്റില്ല. നമുക്ക് അധികം ദേഷ്യം വരുമൊക്കെ വരും. ആൾക്കാർ ദേഷ്യമില്ല. ഇന്ന് വായന വലിയ രീതിയിൽ കുറഞ്ഞു. വായനാ ദിനം ആചരിച്ചതുകൊണ്ടോ ആഹ്വാനം ചെയ്തതുകൊണ്ടോ വായനാശീലം വളരില്ലെന്നും അതിന് മാതൃകകൾ കുട്ടികളുടെ മുമ്പിൽ തന്നെ ഉണ്ടാകണമെന്നും രാജൻ മാഷ് പറയുന്നു. ഞാനും എടുക്കലായ ഫുൾ A+ കിട്ടിയ കുട്ടികളൊക്കെ ചോദിക്കും, ഈ വെക്കേഷൻ വെറുതെ കളരുതിട്ടാ, കുറച്ച് പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയും. അവർ ഏറ്റുപോകും. തിരിച്ചവർ TC ഒക്കെ വാങ്ങാൻ ഞാൻ അവരോട് ചോദിക്കും, ഏത് പുസ്തകം വായിച്ചാൽ ചോദിക്കും. അപ്പോൾ അവരമ്മ പറയും, എന്ത് ഇവളാ പുസ്തക ആ തൊട്ടിട്ടില്ല പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളേതെങ്കിലും പുസ്തകം എൻ്റെ മുമ്പിൽ വെച്ച് ആളെ മുമ്പിൽ വെച്ച് വായിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ അമ്മയും അച്ഛനും ഒരു പുസ്തകം മക്കളുടെ മുമ്പിൽ വെച്ച് വായിച്ചിട്ടില്ല. അവർക്ക് മാതൃകയില്ല. അപ്പോൾ അധ്യാപകർക്കും ഇല്ല. പഴയ SLC വാല്യുവേഷൻ തീയതിയിലൊക്കെ ക്യാമ്പിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ അന്നൊക്കെ സാഹിത്യ ചർച്ചകളാണ് ഉച്ചലത്തെ ഇൻ്റർവെല്ലൊക്കെ. ഇപ്പോൾ യമഹ വണ്ടിക്കാണോ മൈലേജ് കൂടുതൽ, ഹീറോ ഹോണ്ടയ്ക്കാണോ, പുതിയ കാറിൻ്റെ വില എന്താണ്, ഇതൊക്കെയാണ് അധ്യാപകർ ചർച്ച. അപ്പോൾ വായനയെ വെറും ആഹ്വാനം കൊണ്ടോ കുറെ വായന ദിനം ആഘോഷിച്ചുകൊണ്ടോ കാര്യമില്ല. 25 കൊല്ലത്തിന് മേലെ ലൈബ്രറിയിൽ എല്ലാ സ്കൂളിലും വായന ആഘോഷിച്ചിട്ട് അതിൻ്റെ പരിപാടിക്കൊക്കെ ഞാൻ പോകുമ്പോൾ ഞാൻ സാധാരണ ചോദിക്കും, ഇതിലൊരു മുഴുവൻ പുസ്തകം വായിച്ചവർ എത്ര പേരിട്ട് ചോദിക്കും. ഒരു 200 പേരിൽ മുഴുവൻ പുസ്തകം വായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പലരും കൈ താഴ്ത്തിക്കൊണ്ടിരിക്കും. ആഴ്ചയിൽ 4 പുസ്തകങ്ങൾ വരെ വായിക്കുന്ന സരോജിനിയമ്മ തലോർ ഗ്രാമീണ വായനശാലയിലെ പുസ്തക വിതരണ രജിസ്റ്ററിലെ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷത്തെ മികച്ച വായനക്കാരിയായതിൽ ഒരത്ഭുതവുമില്ല. ആരും ഇതിനെ പ്രോത്സാഹിപ്പിക്കില്ല. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ കൊല്ലം തുടങ്ങിയ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പുസ്തകം എടുക്കുന്നവർക്ക് ഒരു അവാർഡ് കൊടുക്കുക. അത് പ്രായഭേദമൊന്നുമില്ല, ഏത് പ്രായത്തിലും എടുക്കാം. പക്ഷെ കുട്ടി വന്നപ്പോൾ പ്രായമായി പോയി. അടുത്തൊരാളെ കിട്ടിയത് ഇവരായിട്ട് വളരെ ഡിഫറൻസ് ഉള്ള ഒരാൾക്കാണ് അടുത്ത സെക്കൻഡ് പ്രൈസ് കിട്ടിയത്. അത് എത്രയോ വ്യത്യാസമാണ്. മാസത്തിലേക്ക് ഒരു പുസ്തകം 2 പുസ്തകം എടുക്കുന്നത്. ഇത് ആഴ്ചയിൽ 4 പുസ്തകം 5 പുസ്തകം. ഞങ്ങൾക്കറിയാം അങ്ങനെ അവാർഡ് വന്ന് അമ്മയ്ക്ക് കിട്ടുന്ന കാര്യം ആരും സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ അതുമാതിരി വായിക്കുന്ന ഒരാളുണ്ടാവില്ല. അമ്മയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയ്ക്ക് സാഹചര്യം ഉണ്ടായതെന്ന് മാത്രം കാര്യമില്ല. എഴുത്തുകാരൻ പറഞ്ഞ മാതിരി എല്ലാം തിരക്കൊഴിയിട്ട് എന്നിട്ട് ഞാൻ എഴുതാമെന്ന് വിചാരിക്കണം. എഴുത്തുകാരൻ പറയും MT പറയണ മാതിരി എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ എഴുതാമെന്ന് വിചാരിച്ചു ഒരിക്കലും എഴുത്ത് നടക്കില്ല. ഈ പ്രായത്തിലും ഊർജ്ജസ്വലമായി പുരാണ കഥകളടക്കം നിരവധി കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സരോജിനിയമ്മ ഈ നാടിന്റെ തന്നെ വിളക്കാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. അമ്മ എന്ന് പറയുന്നത് ഞങ്ങൾ നാടിൻ്റെ ഒരു ശരിക്കും പറഞ്ഞ വിളക്കാണ്. ഞങ്ങൾക്ക് എന്ത് കാര്യം ആളെന്ന് ഞങ്ങളെ ഉപദേശിക്കുക. ഇപ്പോൾ നാട്ടിലിപ്പോൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അമ്മ ഞങ്ങളോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് പഴയ കാര്യങ്ങളും പുരാണങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വളരെ ചിട്ടയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അമ്മയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരിക. പിന്നെ വായനശാലയിലൂടെ വരുമ്പോൾ കുട്ടികളായിട്ട് വളരെ സൗഹൃദമായിട്ടുള്ള ഒരു ഇതാണ് ആൾക്കുള്ളത്. അങ്ങനെ പ്രായം അങ്ങനെ തോന്നിക്കുന്ന ഒരു രൂപത്തിലല്ല സംസാരിക്കുക. ഗ്രന്ഥശാലയിലെ ഓരോ പുസ്തകവും ഇരിക്കുന്ന ഇടമെല്ലാം ഈ അമ്മയ്ക്ക് കാണാപ്പാടമാണ്. ലൈബ്രറിയന്റെ സഹായമില്ലാതെ തന്നെ ഇഷ്ടത്തിന് പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുക എന്നതാണ് സരോജിനി അമ്മയുടെ ശീലവും വിനോദവും. പിന്നത്തെ ആഴ്ചയിൽ അവിടെ കൊണ്ടുവന്ന് വരുമ്പോൾ അപ്പോഴും അവൻ തന്നെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അവൻ്റെ കൂട്ടുകാരൻ ഉണ്ടാവും. അമ്മമ്മ വേണ്ടതാ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരും അങ്ങോട്ട് ഇറട്ടിക്ക് ഇറങ്ങും. അമ്മമ്മ ഇഷ്ടമുള്ളത് എടുത്തു, അത് അവിടെ വച്ചോ. അപ്പം ഞാൻ പുസ്തകമൊക്കെ ഇട്ട് അവിടെ വെച്ച് എനിക്കുള്ളത് എടുത്ത് ഞാൻ പോകും. കയ്യല്ലേ പോകല്ലേ? ആൾക്കറിയാം ഏതൊക്കെ പുസ്തകം എടുക്കണം, അതൊക്കെ അറിയാം. അതിങ്ങനെ ഞങ്ങളിങ്ങനെ ഘട്ടം വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്കറിയാം അത് എവിടെയൊക്കെ ഇരിക്കണേ ആൾക്കറിയാം. ആളത് വെച്ചിട്ട് ആൾ തന്നെ ഒറ്റയ്ക്ക് എടുക്കാറ്. ബാക്കിയുള്ളവർ വന്നാൽ ഞങ്ങളത് ചോദിക്കും എവിടെ ഈ ബുക്ക് എന്നൊക്കെ. പക്ഷേ അമ്മൂമ്മയ്ക്കാണ് ചോദിക്കുന്നത്, വേണ്ട അമ്മൂമ്മ താൻ എടുക്കാറ് പതിവ്. അമ്മൂമ്മയുടെ വായനയോടുള്ള അടങ്ങാത്ത അഭിനിവേശം
കൊച്ചുമക്കളെയും വായനയുടെ വിശാലമായ ലോകത്തേക്ക് നയിച്ചിട്ടുണ്ട്. അമ്മൂമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഗ്രന്ഥശാലയിലേക്ക് അവർ നടക്കുമ്പോൾ പുതിയ തലമുറ വായനയിലേക്ക് സരോജിനി അമ്മ കൊളുത്തിയ ദീപശിഖ പ്രയാണം തുടരുകയാണ്. ബോധം മാറുന്ന വരെ വായിക്കണം. ഇനിയിപ്പോൾ ഏതായാലും വയസ്സ് എത്രയായില്ലേ? ഇപ്പോൾ 90 എത്ര വയസ്സ് വരെ ഇരിക്കണേ പറയില്ലല്ലോ. അല്ലപ്പോൾ നാളെ തന്നെ പോവുകയാണെങ്കിലോ അതിനും എഴുതട്ടെ. സരോജിനി അമ്മയുടെ വായനയുടെ ലോകത്തു നിന്ന് അനി ഹമീദ് കുട്ടിയുടെ ചിരട്ടയിൽ തീർക്കുന്ന വിസ്മയങ്ങൾ ലോകത്തേക്കാണ് സെൻട്രൽ മാഗസിൻ്റെ യാത്ര. ആലപ്പുഴ കായംകുളം സ്വദേശിയായ അനി ഹമീദ് കുട്ടിയുടെ കയ്യിൽ തൊണ്ടോ മുളയോ ചിരട്ടയോ എന്ത് കിട്ടിയാലും അതൊരു മനോഹരമായ വസ്തുവായി മാറും. ഉപയോഗമുള്ള വസ്തു കൂടിയാണ് കേട്ടോ. ജന്മന കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത അനി ഹമീദ് കുട്ടിയുടെ ഈ പരിമിതികളൊക്കെ മറികടന്നാണ് അദ്ദേഹം ഈ കരകൗശല വിദ്യ ഒരുക്കുന്നത്. പരിമിതികളുടെ ലോകത്ത് തളച്ചിടപ്പെടാതെ ഒരു യാത്ര. ആലപ്പുഴ കായംകുളം സ്വദേശി അനി ഹമീദ് കുട്ടി കയ്യൊപ്പ് ചാർത്തുമ്പോൾ ചിരട്ടയുടെ തലവര മാറുന്നു. കായംകുളത്ത് വാഹനങ്ങൾക്ക് സ്റ്റിക്കറുകൾ പതിക്കുകയാണ് അനിയുടെ പ്രധാന വരുമാനമാർഗം. ഒഴിവു സമയത്താണ് കരകൗശല വിദ്യയിലൂടെ ചുറ്റും കണ്ടെത്തുന്ന വസ്തുക്കളിൽ രൂപഭംഗി വരുത്തി അലങ്കാര സാധനങ്ങൾ നിർമ്മിക്കുന്നത്. സഹായത്തിനായി ഭാര്യയും 2 മക്കളും കൂടെയുണ്ട്. ജന്മനാ സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത അനിയുടെ കേൾവിയും ശബ്ദവുമാണ് ഭാര്യ സഹല. തിരുവല്ലയിലെ സ്കൂൾ വിദ്യാഭ്യാസകാലത്താണ് അനിയുടെ ഈ കലാതാൽപര്യം അധ്യാപകർ തിരിച്ചറിഞ്ഞത്. തുടർന്ന് കരകൗശല നിർമ്മാണ കാര്യങ്ങളിൽ അനിക്ക് പ്രത്യേകമായ പരിശീലനവും നൽകി മാത്യു എന്ന അധ്യാപകൻ. അങ്ങനെ അനി അലങ്കാര സാധനങ്ങൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായി. സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയമേളകളിൽ നിരവധി സമ്മാനങ്ങളും അനി നേടിയിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 8ാം ക്ലാസ് മുതൽ സ്കൂൾ തലത്തിലൊക്കെ മത്സരിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അതിലെല്ലാം ഫസ്റ്റ് മേടിക്കുമായിരുന്നു. മാത്യു അച്ഛൻ സാറാണിത് പഠിപ്പിച്ചത്. ഇതിനോടുള്ളൊരു താല്പര്യം കൂടി വന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റം ചെയ്ത് വരണമെന്നുള്ളൊരു എങ്ങനെയെല്ലാം ചെയ്യാമെന്നുള്ളൊരു രീതിയിൽ അത് മുമ്പോട്ട് പോയത്. എന്തൊരു വസ്തു കണ്ടാലും അതെങ്ങനെയെല്ലാം എന്താക്കി എടുക്കാമെന്നുള്ളൊരു രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും തോറും. പിന്നെ ഇക്കാക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടിയാലും അത് സ്റ്റിക്കർ കട്ട് ചെയ്തെടുത്ത് അതിനകത്ത് കട്ട് ചെയ്ത് ചിരട്ടക്കകത്ത് ഒട്ടിച്ചിട്ട് ആ രീതി കട്ട് ചെയ്തെടുക്കും. അങ്ങനെയൊക്കെ ചെയ്താൽ രാവിലെ കടയിൽ പോകുന്നതിന് മുൻപും തിരിച്ചെത്തിയതിനു ശേഷവുമാണ് അനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. എല്ലാത്തിനും കുടുംബം ഒപ്പമുണ്ട്. കായംകുളം കൊറ്റുകുളങ്ങരയിലാണ് ഇവരുടെ താമസം. കട്ട് ചെയ്ത് തരും അതിൻ്റെതായ രീതി. അപ്പം എല്ലാം തിരികെയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങൾ അതിൻ്റെ പുറത്തുള്ളതൊക്കെ കളയാൻ സഹായിക്കും. അതുപോലെ പിള്ളേരാണെങ്കിൽ പോളിഷ് ചെയ്യുന്ന കാര്യത്തിലും ഞങ്ങൾക്ക് കിട്ടുന്ന സമയമൊക്കെ ഞങ്ങളും കൂടെ നിൽക്കും. തൊണ്ട്, മുള, വെള്ളത്തേങ്ങ, ചെന്നാര്, കരിനാര് ഇതെല്ലാമാണ് അനിയുടെ കരകൗശല നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ. നിത്യോപയോഗത്തിനുള്ള പലതരം ഉപകരണങ്ങളും അലങ്കാര വിളക്കുകളും ഭരണികൾ, ജഗ്, തവികൾ, അലങ്കാരപാത്രങ്ങൾ, ഫ്ലവർ വേസുകൾ, ചിരട്ടപ്പുട്ടുകുറ്റി, കറിസെറ്റുകൾ, ചായക്കപ്പുകൾ ഇങ്ങനെ നീളുന്നു അനിയുടെ നിർമ്മാണ വൈദഗ്ധ്യം. ജോലിക്ക് പോകുന്നതിന് മുമ്പും തിരിച്ചെത്തിയതിനു ശേഷവുമാണ് അനിയുടെ ശില്പങ്ങളുടെ നിർമ്മാണം. രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 9 മണി വരെ. അത് കഴിഞ്ഞ് രാത്രി ഒരു 8 മണി മുതൽ ഒരു 10-10:30 വരെ ആ സമയത്ത് ചെയ്യും. കഴിഞ്ഞ 22 വർഷമായി ഇത്തരത്തിൽ അലങ്കാര വസ്തുക്കൾ നിർമ്മിക്കുന്ന അനിയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ ധാരാളം ആവശ്യക്കാരുണ്ട്. ഓൺലൈൻ വഴിയും ഓർഡർ അനുസരിച്ചും നേരിട്ടുമാണ് കച്ചവടം. എന്നാൽ യന്ത്രങ്ങളുടെ അപര്യാപ്തത അനിയുടെ നിർമ്മാണ വേഗത കുറയ്ക്കുന്നതായി ഭാര്യ പറയുന്നു.
നിർമ്മാണത്തിനാവശ്യമായ യന്ത്രങ്ങൾ വാങ്ങാൻ സാമ്പത്തികമായി ഇവർ ഏറെ ബുദ്ധിമുട്ടുകയാണ്. നേരത്തെയൊക്കെ കൈ തന്നെയായിരുന്നു, വെള്ളത്തിലിട്ട് കുതിർത്ത് പിന്നെ അത് വെച്ച് എല്ലാം ഉരച്ചെടുക്കണമായിരുന്നു. ഇപ്പം ചെറിയ മെഷീനുകളൊക്കെ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. ഇനി അതിൻ്റെ മെഷീനുകളൊക്കെ വലുതൊക്കെ, അതൊക്കെ ഞങ്ങളിത് വിറ്റേച്ചും കിട്ടുന്നത് വെച്ച് വാങ്ങിച്ച് പിന്നെ ഒരുപാട് വിപുലമാക്കണം എന്നുള്ളൊരു ഉദ്ദേശം. കരകൗശല വസ്തുക്കൾ വിറ്റ് ലഭിക്കുന്ന ചെറിയ തുക കൊണ്ടാണ് ചെറിയ ചെറിയ യന്ത്രസാമഗ്രികൾ ഇവർ വാങ്ങുന്നത്. ആധുനിക നിർമ്മാണ രീതിക്കനുസരിച്ചുള്ള യന്ത്രങ്ങൾ ലഭ്യമാക്കിയാൽ കൂടുതൽ വ്യത്യസ്തമാർന്ന കരകൗശല ഉൽപ്പന്നങ്ങൾ ഈ കൈകളിൽ നിന്നും പിറവിയെടുക്കുമെന്നത് ഉറപ്പാണ്. ഇതിനായുള്ള സഹായമാണ് ഇവർക്ക് വേണ്ടത്. സ്റ്റിക്കർ ജോലിക്കപ്പുറം കരകൗശല നിർമ്മാണവും ഈ കുടുംബത്തിന്റെ ഒരു വരുമാനമാർഗം കൂടിയാണ്. ഇവർക്ക് ആവശ്യമായ ചില സഹായങ്ങൾ ലഭിച്ചാൽ മികച്ച ഉൽപ്പന്നങ്ങൾ അനിയുടെ പരിമിതികൾ മറികടന്ന് വിപണിയിലേക്ക് എത്തിച്ചേരും. അത്തരം സഹായങ്ങൾക്കായുള്ള കാത്തിരിപ്പിൽ കൂടിയാണ് ഈ കുടുംബം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലെ പ്രധാന ആകർഷണമാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ എന്ന പഞ്ച് ഡയലോഗ്. സത്യത്തിൽ ഈ ഒറ്റയ്ക്ക് വഴിവെട്ടി വരുന്നവരോടൊക്കെ നമുക്കൊരു പ്രത്യേക സ്നേഹവും ബഹുമാനവും ഒക്കെയാണല്ലേ. മലയാള സിനിമയിൽ ഒരവസരം ചെറുപ്പക്കാരുടെയൊക്കെ ഒരു മോഹമാണ്. അക്കൂട്ടത്തിൽ ശ്രദ്ധേയമാകുന്ന മുഖമാണ് സൂര്യകൃഷിൻ്റേത്. 10ഓളം സിനിമകളിൽ, മലയാളവും തമിഴുമായി 10ഓളം സിനിമകളിൽ ഇപ്പോൾ സൂര്യകൃഷ് വേഷമിട്ടിട്ടുണ്ട്. അമൃത ടെലിവിഷൻ്റെ ജൂനിയർ ഡാൻസർ എന്ന പ്രോഗ്രാം വഴിയാണ് സൂര്യകൃഷ് കലയുടെ ലോകത്തേക്ക് എത്തിപ്പെടുന്നത്. കലയുടെ ലോകത്തേക്കുള്ള സൂര്യകൃഷിൻ്റെ യാത്ര ഒട്ടും ആകസ്മികമായിരുന്നില്ല. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ സൂര്യകൃഷ് കാഴ്ചവെച്ചിരുന്നു. അങ്ങനെയാണ് കുട്ടിപ്രതിഭകൾ സംഗമിക്കുന്ന അമൃത ടെലിവിഷൻ്റെ ജൂനിയർ ഡാൻസർ പ്രോഗ്രാമിൽ സൂര്യ എത്തിയത്. ചില സൂപ്പർ ഡാൻസർ എന്ന് പറയാനായിട്ട് അമൃത ടി വി കുറേ സഹായിച്ചിട്ടുണ്ട്. ബിക്കോസ് ആ ഒരു ചാനൽ കാരണമാണ് ഒരു ലിറ്റിൽ ബിറ്റ് ഇപ്പോൾ സൂര്യകൃഷ് എന്ന് പറയുന്നൊരു ഫെയിം സ്റ്റാർട്ട് ആവുന്നത്. അതിന് ശേഷമാണ് എനിക്ക് കിട്ടിയ പടത്തിൻ്റെ റോൾസും ഈ കോമ്പറ്റീഷൻ ബേസ് കുറേ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് ക്യാമറ ഫേസ് ചെയ്യുന്നത് അവിടെയാണല്ലോ. ഇപ്പം അമൃത ടി വി ചാനലെന്ന് ചോദിച്ചാൽ ഒരു ഹ്യൂമൻഗസ് സെറ്റാണ്. ബിക്കോസ് കുറേ ഫാൻസും കുറേ ആൾക്കാരും അന്ന് ആ ടൈമിന് ആ കോമ്പറ്റീഷന് ഉണ്ടായിരുന്നു. അപ്പം അതിൽ കൂടെ ഫെയിം കിട്ടിയിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഫിലിംസിനൊക്കെ ചാൻസ് കിട്ടാൻ തുടങ്ങിയതും ഈ ഒരു ലെവൽ വരെ എത്താനായിട്ട് സഹായിച്ചത്. തുടർന്ന് 2011 പുറത്തിറങ്ങിയ കില്ലാടി രാമൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി സിനിമയിലേക്കെത്തി. ഫസ്റ്റ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അമൃത ടി വി സൂപ്പർ ഡാൻസ് ജൂനിയർ 3ൻ്റെ റണ്ണറപ്പായിരുന്നു. അപ്പം ഡാൻസിന് ശേഷമാണ് ഫസ്റ്റ് പടം എന്ന് പറയാൻ ബാലതാരമായിട്ട് ചെയ്ത പടമാണ് കില്ലാടി രാമൻ. അത് തുളസിദാസ് സംഘ ഫിലിമായിരുന്നു. പിന്നെ അതിന് ശേഷം സാമ്രാജ്യം 2 ഉണ്ണിമൂന്തൻ ചേട്ടൻ്റെ കുട്ടിക്കാലം ക്യാരക്ടറാണ് ചെയ്തത്. ആൻഡ് പിന്നെ ഇപ്പം 3 to 4 മൂവീസ് ഇപ്പോൾ ചെയ്തു.
ശശിയും ശൗന്തല, RS വിമലങ്കള എന്നിതിൻ്റെ മൊയ്തീൻ്റെ ഡയറക്ടർ, പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ ഫിലിം. അതിൻ്റെ അകത്ത് ഷാഹിൻ സിദ്ദിഖേട്ടൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിരുന്നു. പിന്നെ റജീന എന്ന് പറഞ്ഞ തമിഴ് ഫിലിം ചെയ്തു. കലാരംഗത്തെ തിരക്കുകൾക്കും നേട്ടങ്ങൾക്കുമിടയിലും സൂര്യ പഠനം തുടർന്നു. ചെന്നൈ രാമപുരത്തെ SRM ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദ പഠനം പൂർത്തിയാക്കി അഭിനയത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം തേടി വിദേശത്ത് പോവുകയാണ് സൂര്യ. വിഷ്വൽ മീഡിയ ഡിഗ്രി എടുത്തതെന്ന് വെച്ചാൽ ഒരു സൈഡായിട്ട് ഒരു മീഡിയ മാനേജ്മെൻറ്റ് കമ്പനിയോ എന്തെങ്കിലും റൺ ചെയ്യാനുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട് ഇതിൻ്റെ കൂടാണ്ട്. ബിക്കോസ് ആക്ടിംഗ് ആണ് മെയിൻ. പക്ഷേ ഒരു സെക്കൻഡ് ഓപ്ഷൻ വയ്ക്കുന്നത് നല്ലതാണല്ലോ ഈ വന്ന കാലത്ത്. സോ ഇപ്പം ഒരു മാസ്റ്റർ കോഴ്സ് ചെയ്യാൻ പോകുന്നുണ്ട്, MA ഇൻ ആക്ടിംഗ് കോഴ്സ്. അത് UK ഓൾറെഡി അഡ്മിഷനും കാര്യങ്ങളും എല്ലാം ആയി. UCA യൂണിവേഴ്സിറ്റിയിലാണ്. സോ അതിപ്പം നെക്സ്റ്റ് മന്ത് ഞാൻ പോവുകയാണ്. സോ 1 year അതിൻ്റെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ശശിയും ശകുന്തളയും, സാമ്രാജ്യം 2, നിണം തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും രജീന, തീഹാർ 2 എന്നീ തമിഴ് ചിത്രങ്ങളിലും സൂര്യ ഇതിനോടകം വേഷമിട്ടിട്ടുണ്ട്. കാക്കിപ്പട എന്ന ചിത്രത്തിന് ശേഷം ഗ്യാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് എന്ന സിനിമയിലും സൂര്യ പ്രധാന വേഷങ്ങൾ ചെയ്തു. ഷാജി കൈലാസ്, ആനി ദമ്പതികളുടെ മകൻ റുഷിൻ S. കൈലാസ് നായകനായി എത്തുന്ന ചിത്രത്തിലും ശ്രീനാഥ് ഭാസി നായകനായ പൊങ്കാല എന്ന സിനിമയിലും പ്രധാന വേഷങ്ങളിൽ സൂര്യ എത്തുന്നുണ്ട്. റുഷിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ വെരി കംഫർട്ടബിൾ ആക്ടറാണ്. ബിക്കോസ് പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിം ആണെങ്കിലും പുള്ളിക്കാരൻ മാക്സിമം എഫേർട്ട് എടുത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷാജി കൈലാസങ്ങളെ പറ്റി പിന്നെ പറയണ്ടല്ലോ. നമ്മൾ ജനിച്ച് വളർന്നത് എല്ലാം പുള്ളിക്കാരൻ്റെ പടങ്ങൾ കണ്ടിട്ടാണ്. ഓരോ ഫിലിമും പുള്ളിക്കാരൻ്റെ ഒരു സ്റ്റൈലും സ്വാഗും ഉണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് അങ്കിളും നമുക്ക് ഫസ്റ്റ് ഡേ പൂജയ്ക്ക് വന്നായിരുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, നല്ലോണം ചെയ്യണം, അങ്കിളായ ഒരു വ്യൂ പോയിൻറ്റ്സ്. പിന്നെ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ടിപ്സ് പറഞ്ഞ് തരുന്നതിനെക്കാട്ടിയും പറഞ്ഞതെന്ന് വെച്ചാൽ എക്സ്പീരിയൻസിലൂടെ നമുക്ക് പഠിക്കുന്നതാണ് നല്ലത്. വർക്കല സ്വദേശി അനിൽ കൃഷ്ണപിള്ളയുടെയും സന്ധ്യ അനിലിൻ്റെയും മകനായ സൂര്യകൃഷ് പഠനത്തിനൊപ്പം അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോയി മലയാള സിനിമയിൽ തൻ്റേതായ ഇടം ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. സെൻട്രൽ മാഗസിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.